അമ്മയില്ലേ? ഇല്ല. അച്ഛനും? അച്ഛനും ഇല്ല. കഷ്ടമായി പോയി. എന്താ? ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. വെള്ളത്തിനാണോ അച്ഛനെയും അമ്മയും അന്വേഷിച്ചത്? അത് അല്ല, കാർത്തിക തനിച്ചുള്ളപ്പോ ഞാൻ തനിച്ചു വന്ന് വെള്ളം ചോദിക്കാന്ന് വെച്ചാ. മാഷിന് ഈയിടെയായിട്ട് വെള്ളദാഹം കുറച്ച് കൂടുതലാ. എന്താ കാരണം? അങ്ങനെയാണോ? അത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ കുഴപ്പമായിരിക്കും. മോളെ, ആ തെളിഞ്ഞല്ലോ മാഷെ. വന്നപ്പോ ഒറ്റമുണ്ട്, പിന്നെ ഡബിള്, ഇപ്പൊ പാന്റ്. ഹേയ് കൊള്ളാലോ. എന്താ മാഷെ, കാലിന് വല്ല അസുഖം ഉണ്ടോ? ഒന്നുമില്ല മോളെ, മാഷക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? എനിക്കറിയില്ല. ആവോ വിദ്യ. രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ട് എന്താ ഇത്ര വൈകിതായിപ്പോരെ? ഇപ്പഴാ മുതലാളി എന്നോട് വന്ന് പറഞ്ഞത്. ശരി, സമയം കളയണ്ട, പണി തുടങ്ങിക്കോ. ആവോ ആവോ വിദ്യ. ആവോ വിദ്യ. ലക്കടി പക്കടോ, ലക്കടി പക്കടോ, പക്കടോ വിദ്യ. ലക്കടി പക്കടോ, ലക്കടി പക്കടോ. तुम सुनता नहीं? तुम क्या करता? ഈ നിലയ്ക്ക് പോയാൽ നീ എന്നെ പിച്ചടിപ്പിച്ച് അടങ്ങൂ അല്ലേ? ഇങ്ങോട്ട് വരാൻ മുകളിൽ വല്ലവരും ഉണ്ടോ? എന്താ സർക്കസ് പോയി ഡാൻസ് ആയ? എന്റെ സമനിലപ്പ് തെറ്റുട്ടോ. ഏത് ശനിദശയിലാണാവോ നിങ്ങൾക്ക് ഈ ആനയെ വാങ്ങാൻ തോന്നിയത്? ഹിന്ദി പഠിച്ചു കിട്ടിയ മുഴുവനും കൂടെ അങ്ങ് മലമറിക്കും എന്ന് പറഞ്ഞതാ. മേ കർത്താവായിരിക്കുമ്പോ ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പോ ഹോ എന്ന് ചേർക്കണം. എന്തായിരുന്നു ഇവിടുത്തെ മേളം? ആണിച്ചോണ്ടിയാ നിങ്ങളെ കൊണ്ട് ചാടിച്ചത്. കാശില്ലെങ്കിൽ മനസമാധാനത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബ. നോക്കൂ നോക്കൂ, ഈ പണ്ടാരത്തിന് ആരുടെയെങ്കിലും തലയിൽ ഒന്ന് കെട്ടിവെക്കോ? മാധവി, അവിടെ ചെറുനാരങ്ങ ഉണ്ടാ? എന്തേ? എന്തിനാ ഈ പാതിരാത്രിക്ക് ചെറുനാരങ്ങ? ദാഹമുണ്ടോ? ചെറുനാരങ്ങ ഉണ്ടാ അവിടെ? ഉണ്ട്. ഉണ്ടെങ്കിലേ ഒരെണ്ണം എടുത്ത് നിന്റെ വായയിൽ കുത്തി തിരികി കമന്നടിച്ച് അവിടെ പണ്ടാറ കിടക്ക്. കല്യാണം കഴിഞ്ഞ അന്നോട്ടുള്ള സമാധാനക്കെട നരകം. കമന്നോ കമന്നോ കമല്. മാധവമ്മേ, അയ്യപ്പനായർ എവിടെ പോയി? കടയിൽ പോയിരിക്കുക. ഹിന്ദി മാഷോ? അയാള് വീട്ടിൽ പോയിരിക്കല്ലേ, 2-3 ദിവസം ആയില്ല പോയിട്ട്. മാധവമ്മേ, കർക്കിടകമൊക്കെ അല്ലേ, നമുക്ക് ഈ ആനക്ക് ഒരു സുഖചികിത്സ നടത്തണ്ടേ? എന്നാലേ പൂർണ്ണാരോഗ്യം ഉണ്ടാവുള്ളൂ. നമുക്കൊരു കോഴി മരുന്ന് കൊടുത്തോളെ, എന്താ? കോഴി മരുന്നോ? ദിവസം 5 കിലോ കോഴി മഹാചൂർണമായി ചേർത്ത് ഇടിച്ചു പൊടിച്ച് 15 ദിവസം കൊടുത്താ പിന്നെ ഈ ആന പിടിച്ചാ കിട്ടില്ല. എന്തേ, ആന ഓടിപ്പോവോ? എന്ത് വിവരക്കേടാണ് ഇപ്പൊ അറിയുന്നത്? മഹാചൂർണം വെച്ചാൽ വിഴാലരി, കാർക്കോലരി, കൊത്തമ്പാലരി, കരിഞ്ചീരകം, പെരുംജീരകം, കാട്ടുജീരകം, ചുക്ക്, കുരുമുളക്, തിപ്പലി, അമുക്കരം, മാതളത്തോട്, എടംപിരി, വലംപിരി, കടുക്കത്തോട്, താണിക്കത്തോട്, പെരുങ്കായം, പാൽക്കായം ഇവ കൂട്ടി കുഴച്ചുണ്ടാക്കുന്നതാണ്. ഒരു 3000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ഇവളെ സുഖചികിത്സ നടത്താം. തന്റെ ഒരു എടംപിരിയും വലംപിരിയും താനാ ഞങ്ങളെ ചതിച്ചത്. എങ്ങാണ്ട് സർക്കസിൽ കിടന്ന് ആനയെ വാങ്ങിച്ചു തന്നു വെച്ച് സുഖചികിത്സ നടത്തണം അത്രേ. ഇവിടെ മനുഷ്യന് വേഷം വാങ്ങിക്കാൻ കാശില്ലാണ്ട് വലയ്യ. തനിക്കൂടെ ഞാൻ സുഖചികിത്സ നടത്താം, പോടോടുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ജോലി ചെയ്യണമെങ്കിൽ ആനക്ക് ആരോഗ്യം വേണ്ടേ? ഒരാട്ടിനെ പോറ്റാൻ കഴിവില്ലാത്ത നിങ്ങളോട് ആന ആന വാങ്ങാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു? നിൽക്കാനും ഇരിക്കാനും ഒഴിവില്ലാത്ത ഞാൻ ഇയാള് പിന്നാലെ നടന്നിട്ട് ചീപ്പ് റേറ്റിന് ഒരു ആന മേടിച്ചു കൊടുത്താ ആനന്റെ വില കേട്ട ആന വർഗത്തിന് തന്നെ നാണക്കെടാ. വല്ല കൊമ്പനാനും വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഓടിച്ചിട്ട് കുത്തിക്കൊല്ലും. താനൊരു ഉപകാരം ചെയ്തു തരാമോ? ഇതിനെ ആ സർക്കസുകാർക്ക് കൊടുത്തിട്ടേ ആ കൊടുത്ത രൂപ ഇങ്ങ് തിരിച്ചു വാങ്ങിച്ചു തന്നാ തനിക്ക് പുണ്യം കിട്ടും. ഓ, കൊടുത്ത രൂപ ഒരു കവറിലിട്ട് പേരെഴുതി അവിടെ മേശക്കകത്ത് വെച്ചിരിക്ക. ഇയാള് ചെന്നാ ഉടനെ അവരെടുത്ത് കൊടുക്കും. നേരോ? ഓ, എന്നാ ഞാൻ അയ്യപ്പൻ നായരെ ഇന്ന് തന്നെ പറഞ്ഞു വിടാം. നിങ്ങൾക്ക് എന്താ അയ്യപ്പൻ നായരെ പോലെ തലക്ക് പറ്റുണ്ടോ? സർക്കസ് ഇവിടുന്ന് പോയിട്ട് നാളെ എത്രയായി? ഓ, പിന്നെ
ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ഞാൻ ഇതിനെ കൊത്തി മുറിച്ച് സൂപ്പ് വെച്ച് കുടിക്കി, കുറച്ച് അയാൾക്കും കൊടുക്കി. ഇപ്പൊ പോടാ അവിടുന്ന്. ബുക്കിംഗ് അതെ, ഈ വരുന്ന ഞായറാഴ്ച സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി വീരരാഘവൻ നായർ സമൂഹ മണ്ഡപത്തിന് തറക്കല്ലിടുന്നുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് ഈ ആരാർപ്പണം എന്നുള്ളതൊരു വീക്ക്നെസ് ആണ്. ആനയെ കൊണ്ട് തന്നെ മാലയടിപ്പിക്കണമെന്ന് നാട്ടുകാർക്ക് വലിയ ആഗ്രഹം. എന്നാ പിന്നെ അത് ചേട്ടന്റെ ആന ആയിക്കോട്ടെ എന്ന് കരുതി. അച്ഛാ ചായ. മോളെ, അയ്യോ ഇപ്പൊ ചായ വേണ്ട, പിന്നെ ചേട്ടന് നിർബന്ധമാണെങ്കിൽ. ചായക്കല്ലടോ, ദേ അവിടെ അച്ഛൻ പട്ടയൊക്കെ വെട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്നും ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട്. ആ അതെ, ഈ താലമേന്തിയ കുട്ടികളും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനും വേണമെന്ന് മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയിരിക്കുക. 100-300 രൂപ ആശാന് കിട്ടും. അയ്യോ, അത് വളരെ കുറവല്ലേ. മന്ത്രിയുടെ ഒരു ആഗ്രഹമല്ലേ ചേട്ടാ. അന്ന് വേറെ 3-4 പരിപാടികളുള്ളതാ. പിന്നെ നിങ്ങൾ വന്ന് പറഞ്ഞതുകൊണ്ട് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ സമ്മതിക്കുമെന്ന്. ചേട്ടാ, അന്ന് രാവിലെ തന്നെ ആനയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കൊണ്ട് നിർത്തണേ. ചേട്ടാ, താലം പിടിച്ചു നിൽക്കാൻ സുന്ദരികളായ പെൺകുട്ടികൾ അന്വേഷിച്ച് നടക്കാതെ ഞങ്ങൾ. വിരോധമില്ലെങ്കിൽ മോളെ വിരോധമില്ല, എന്നാലും അച്ഛൻ ആനയായിട്ട് നിൽക്കുമ്പോൾ ഒരു കൊച്ചു പ്ലേറ്റിൽ പൂക്കളുമായിട്ട് മോള് നിന്നാൽ അത് ആരുടെയും കണ്ണിപ്പെടില്ല. ഞാൻ ആനയായിട്ട് അങ്ങനെ എത്തിക്കോളാം. മക്കള് വേറെ എവിടെങ്കിലും പോയി കൊച്ചമ്മമാരെ പിടിച്ചു നിർത്ത്. ഓ എന്തൊരു വെയില്, ചൂട്. പൊക്കോ, വരട്ടെ. പോയിക്കോ, പോട്ടെ. പോയിക്കോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വീരരാഘവൻ നായർ ഇതാ എത്തിക്കഴിഞ്ഞു. കിട്ടേണ്ടതാ, അതും പോയി. ഈ മുടിഞ്ഞ ആന കാരണം മനുഷ്യന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ വയ്യണ്ടായല്ലോ ഭഗവാനെ. നോക്കൂ നോക്കൂ, നോക്കി. മന്ത്രിയുടെ പരിപാടി കലങ്ങിന് ആളുകള് വേറെന്തൊക്കെയോ പറയണേ. എന്താ? പ്രതിപക്ഷക്കാര് കാശ് തന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാത്രേ. പ്രതിപക്ഷക്കാരുടെ അമ്മയുടെ മറ്റേ ആ കുട്ടി നിൽക്കണാണ്ട് ഞാൻ ഒന്നും പറയണില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെയും പിള്ളേര് കളിയാക്കുന്നുണ്ട് അച്ഛാ. എന്താണാവോ? അച്ഛനും അമ്മയും ഞാനും കൂടി ഈ ആനയെ കൊണ്ട് സർക്കസ് തുടങ്ങാൻ പോകുന്നു. അതെ, സർക്കസ് തുടങ്ങാൻ പോവാ. നീ നിന്റെ ക്ലാസ്സിലെ കുട്ടികളോടും ടീച്ചറോടും പറ ഈ സർക്കസിൽ ഒന്ന് ചേരാൻ. നമുക്ക് ആ വെളിച്ചപ്പാടിനെ വിളിച്ചൊന്ന് തുള്ളിച്ചാലോ? ആന തുള്ളുണ്ട്, അത് പോരെ. പോരാത്തിന് ഇനി അയാളെ കൊണ്ട് തുള്ളിക്കണോ? പിന്നെ ഈ ആന ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ? അതിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സർക്കസിന്ന് വന്നതല്ലേ. ഈ കോൺവെന്റ് പിള്ളേരുടെ പപ്പപ്പാന്നുള്ള ബാൻഡ് മേളവും ആൾക്കൂട്ടവും കണ്ടപ്പോ അത് സർക്കസ് ആണെന്ന് വിചാരിച്ചു ചെയ്തു. തവണ അടയ്ക്കാനുള്ള നോട്ടീസ് ബ്ലാക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് ദിവസം എത്രയെന്ന് അറിയോ? ആ പേപ്പറിൽ ഇത്തിരി ആനപ്പിണ്ടം മുറിഞ്ഞ് അവർക്ക് തന്നെ അയച്ചു കൊടുക്ക്, അങ്ങോട്ട് ചെല്ലട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാണ്ട് ആ ആനയ്ക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കാനുള്ള വഴി എന്താച്ചാ നോക്ക്. അല്ലെങ്കിൽ ആ നാശം പട്ടിണി കിടന്ന് ചാവും.